ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. നാളെ ഹരാരയിൽ നടക്കുന്നത് മലയാളികൾ ഉറ്റുനോക്കുന്ന മത്സരം. മലയാളികൾ ഉറ്റുനോക്കുന്നു എന്ന് പറയാൻ കാരണം നാളെ നമ്മുടെ സഞ്ജു സാംസൺ കളിക്കുമെന്ന് ടീമിലുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷയോടെയാണ് എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത്, ഞാനടക്കം. 2 ദിവസം മുന്നേ തന്നെ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി അടിക്കുന്ന ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും സഞ്ജു അവിടെ ഇരുന്ന് ക്ലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നാളെ ഇന്ത്യ സിംബാബ്വേക്കെതിരെ ഇറങ്ങുന്നത് അവർ ലീഡ് ഉയർത്താനാണ്. ഈ പരമ്പരയിൽ 5 മത്സരത്തിന്റെ T20 പരമ്പരയിൽ 1-1 സമനില ആയി നിൽക്കുകയാണ് ഇന്ത്യയും സിംബാബ്വേയും. ആദ്യ മത്സരത്തിൽ സിംബാബ്വെ വിജയിക്കുന്നതിനും 2ാം മത്സരം തിരിച്ചടിക്കുകയായിരുന്നു നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ. പിന്നെ ചാമ്പ്യന്മാരുടെ സൈഡിൽ നിന്ന്, അതായത് ചാമ്പ്യന്മാരായ ഇന്ത്യയിൽ നിന്ന് 3 പേരും കൂടിയും നമ്മുടെ ടീം സ്ക്വാഡിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിശക്തമാവുമെന്ന് തന്നെ നമുക്കറിയാം സുഹൃത്തുക്കളെ. അതോടൊപ്പം ആരൊക്കെ പുറത്തിരിക്കും, ആരൊക്കെ ടീമിലുണ്ടാവും എന്നാണ് ഇപ്പോൾ ചർച്ച. നമുക്ക് ഡിഫറെന്റ് ബാറ്റിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ 5ാമത്തെ ബാറ്റ്സ്മാനായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കൺഫ്യൂഷൻ വരുന്നത് യശസ്വി ജയ്സ്വാളും ഓർ അഭിഷേക് ശർമ്മ. ഇവർ രണ്ടുപേരിലും ആര് ഓപ്പണിംഗ് ഇറങ്ങും. ഒപ്പം ക്യാപ്റ്റൻ ഗില്ലിന്റെ കൂടെ ആര് ഓപ്പണിംഗ് ചെയ്യും, അഭിഷേക് ശർമ്മ ഓർ യശസ്വി ജയ്സ്വാൾ. ഒരുപക്ഷെ യശസ്വി ജയ്സ്വാളിനെ 1 ഡൗൺ ആക്കാൻ സാധ്യതയുണ്ട്. യശസ്വി ജയ്സ്വാളിനെ 1 ഡൗൺ ആക്കിയാൽ ഋതുരാജ് ഗെയ്ക്വാഡിനെ 3rd ആക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാവും സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുക. ഒപ്പം ശിവൻ ദൂബെയും ഏത് പൊസിഷനിൽ കളിക്കുമെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ സിംബാബ്വെ സംബന്ധിച്ച് ആദ്യ കളി അവർ വിജയിച്ചു. അതിൽ അവർ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു. 134 റണ്ണാണ് അവർ നേടിയത്. എന്നാൽ 2ാമത്തെ മാച്ച് എടുക്കുകയാണെങ്കിൽ 130 റൺസ് മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. അത് സെക്കൻഡ് ബാറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ പിച്ചിന്റെ ഒരു സ്വഭാവം വെച്ച് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്നവരാണ് വിജയിച്ചിരിക്കുന്നത് 2 മാച്ചും. അപ്പോൾ ഗൈസ്, നമുക്ക് മാച്ചിന്റെ മറ്റു വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് നടക്കുന്നത്. അതായത് ആദ്യ 2 T20 മത്സരം നടന്ന സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യൻ സമയം 4:30-ക്കാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ നമുക്ക് മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ്.